Daddy, Godzilla. Godzilla. Mana? Godzilla. Hi all, welcome to Hanami Creation. ഓക്കെ, നല്ല അങ്ങോട്ട് നോക്കിയാൽ അറിയാം ഭയങ്കര സണ്ണി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ നല്ല തണുപ്പാണ്. ചുമ്മാ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇന്ന് കിൻഷിച്ചോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഷോപ്പിങ്ങിന് പോവാ കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു ബോർഡ് കാണും. ഇങ്ങനെ ഒരു ബോർഡ് കാണും. ഈ ബോർഡിൽ നമ്മൾ എങ്ങോട്ടൊക്കെ പോകാനുള്ള ബസ്സുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ വീക്ക് ഡേയ്സിലുള്ള ബസ്സിൻ്റെ ടൈമിങ്സ്, ഹോളിഡേയ്സിലുള്ള ബസ്സിൻ്റെ ടൈമിങ്സ്, സാറ്റർഡേ സൺഡേ ഉള്ള ബസ്സിൻ്റെ ടൈമിങ്സ് അതെല്ലാം ഇവിടെ ഇങ്ങനെ ഈ ബോർഡിൽ കൊടുത്തു കാണും. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഏതൊരു സമയത്താണ് ബസ് ഉള്ളതെന്നൊക്കെ നോക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ ഫുള്ള് ജാപ്പനീസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ ബോർഡിൽ നോക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഫോണിൽ ആപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പിൽ നോക്കാം ഏത് ടൈമിലാണ് ബസ് ഉള്ളതെന്നുള്ളത്. സ്വൈപ്പ് 2 1-day പാസ്. ടോക്കിയോയിലുള്ള ഈ ബസ്സുകളിൽ ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ മുതൽ കൂടുതൽ കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നതിന് 210 yen ഒരു അഡൾട്ടിനാവുന്നുള്ളൂ. കുട്ടികൾക്കും പ്രായമായവർക്കും അതിലും കുറവാണ്. ഞങ്ങളുടെ അവിടുന്ന് കിൻഷിച്ചോ പോകാനായിട്ട് നമുക്കൊരു 2 ബസ് കയറണം. ഞങ്ങൾ യൂഷ്വലി കിൻഷിച്ചോയിലോട്ട് നടന്നാൽ പോകാറ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സൈക്കിളിനോ കാറിനോ അങ്ങനെയാണ് പോകാറ്. അപ്പോൾ നമുക്കിപ്പോൾ ബസ്സിന് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 2 ബസ് കയറണം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇത് ട്രെയിനിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്സാണ്, ഇതാണ് പാസ്മോ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നമുക്ക് ട്രെയിനിനും ബസ്സിനും സെയിം കാർഡ് നമ്മൾ നേരത്തെ റീചാർജ് ചെയ്താൽ മതി. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പക്ഷേ ഇപ്പോൾ 2 ബസ് എടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനൊരു പാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരാൾക്ക് 500 yen ആണ്. അതായത് നാട്ടിൽ 250 രൂപയാണ് ഒരു പാസ്സിന്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേർക്ക് ഇന്ന് ഈ ബസ്സിൽ ഇന്നത്തെ എൻ്റയർ ഡേ എവിടെ പോണേലും ഈ ഒരു പാസ് കാണിച്ചാൽ മതി. ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഡേ മാത്രം എവിടെ വേണമെങ്കിലും ഈ പാസ് യൂസ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ അടുത്ത സ്റ്റോപ്പ് ഏതാണെന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. കൂടാതെ നമുക്കിപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അനൗൺസ്മെൻറ്റ്, ഇങ്ങനെ അനൗൺസ്മെൻറ്റും ഉണ്ട് അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നുള്ളത്. ജാപ്പനീസിലാണ് 2 അനൗൺസ്മെൻറ്റും. പിന്നെ നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആകുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, ഇത് പ്രസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടിലത്തെ പോലെ കണ്ടക്ടറോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാറാകുമ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് റെഡ് ലൈറ്റ് കത്തും. ഇപ്പോൾ ആരോ ഇത് പ്രസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങേണ്ടത്. ഇവിടെ ഇറങ്ങണേ. ആമീനോടും പറയണം ഇറങ്ങി. ഈ സ്ഥലം കണ്ടോ, ഇത് നമ്മൾ ഈ ബസ്സിൽ കയറി വരുമ്പോൾ നമുക്ക് സ്ട്രോളറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോളർ ഇവിടെ ടൈ ചെയ്ത് വെക്കാം. ഇനി വീൽ ചെയർ കൊണ്ടുവരുന്നവർ വീൽ ചെയർ ഇവിടെ ടൈ ചെയ്ത് വെക്കാം. അതിവിടെ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് അവർക്ക് ഇവിടെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയായിട്ട് ഈ പ്രസ് ചെയ്യുന്ന ബട്ടണും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ബസ്സിലെല്ലാം വൈഫൈ ഉണ്ട്. അപ്പം നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ബസ്സിൻ്റെ വൈഫൈ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ ഫോണിൻ്റെ നെറ്റ് കണക്ട് ചെയ്യണം നിർബന്ധമില്ല. ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ 500 yen പാസിൽ ടോക്കിയോയിലുള്ള ഈ ബസ്സിൽ ഏതിൽ വേണമെങ്കിലും ഇന്ന് എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അതിന് എക്സ്ട്രാ വേറെ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ കയറിയ ഉടനെ വണ്ടി എടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ കുട്ടീനെയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെ പ്രായമുള്ളവരാണെങ്കിൽ കയറി അവരവരുടെ സീറ്റിൽ ഇരുന്നതിന് ശേഷം മാത്രമേ ബസ് എടുക്കുകയുള്ളൂ. അതുപോലെ അഡൾട്ട്സ് ആയിട്ടുള്ളവർ അല്ലാത്തുള്ള കിഡ്സൊക്കെ കയറി കഴിഞ്ഞാലും എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൻ്റെ ബോർഡിൽ അല്ലെങ്കിൽ ഈ ഡ്രൈവർ നമുക്ക് വിളിച്ചു പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തതിന് ശേഷം വണ്ടി എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇറങ്ങുമ്പോഴും എല്ലാവരും ഇറങ്ങി പ്രോപ്പർ ആയതിനു ശേഷം മാത്രം ഡോർ അടച്ചിട്ട് വണ്ടി എടുക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ കയറി ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ആരും വീഴുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ബസ്സിൽ കയറി ഉടനെ നമ്മൾ കണ്ടക്ടർ ബെല്ലടിച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇത് ഇവിടുത്തെ കിൻഷിച്ചോയുടെ ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ.
ഈ കിൻഷിച്ചോ എന്ന് പറയുന്ന ഒരു മെയിൻ സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ എല്ലാ റൂട്ടിലോട്ടുള്ള ഒട്ടുമിക്ക എല്ലാ റൂട്ടിലോട്ടുള്ള ബസ്സൊക്കെ ഇവിടെ വരും. പിന്നെ ഇവിടുത്തെ ഈ ബസ്സുകളിലൊക്കെ നോൺ സ്റ്റെപ്പ് ബസ് എന്ന് എഴുതിയിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ നോൺ സ്റ്റോപ്പ് ബസ് എന്നല്ലേ, ഇവിടെ നോൺ സ്റ്റെപ്പ് ബസ്സാണ്. കാരണം ഇവിടുത്തെ ബസ്സിനൊന്നും സ്റ്റെപ്പില്ല. ഈ വീൽ ചെയറിലൊക്കെ വരുന്നവരെ ഇവർക്ക് ഈ ഡ്രൈവർ ഇറങ്ങാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ വീൽ ചെയറിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് സ്റ്റെപ്പില്ല. ഇവരതിന് ഓരോരു സ്ലൈഡിങ് സാധനം വെക്കും. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു റൂം കണ്ടില്ലേ, അതിവിടെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ്. ഇങ്ങനെ പബ്ലിക്കലി നിന്ന് സ്മോക്ക് ചെയ്യാതെ, സ്മോക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ അതിനകത്ത് പോവുക, എല്ലാവരും ഇവിടെ സ്മോക്ക് ചെയ്യുക. ഇത് നമ്മളുടെ വീടിൻ്റെ അത്യാവശ്യം അടുത്താട്ടോ. ഇത് എത്ര കിലോമീറ്റർ ആണ് നമ്മുടെ വീട്ടിൽ നിന്ന്? ഒരു 4 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ മീൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നടന്ന് വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ കുറേ ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. ഇപ്പോൾ ആ കാണുന്ന OAO എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഷോപ്പിംഗ് മോളാണ്. ഇപ്പുറത്ത് പാർക്കോ തോഹോ സിനിമാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഷോപ്പിംഗ് മോളാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു കിൻഷിച്ചോയുടെ മെയിൻ സ്റ്റേഷനാണ്, ട്രെയിൻ സ്റ്റേഷനാണിത്. ഇവിടെ ടോക്കിയോയിൽ മെയിൻ ഒരു മെട്രോ ഇതാണ്, JR മെട്രോ എന്ന് പറഞ്ഞിട്ട്, JR റെയിൽവേസ്. അപ്പോൾ ആ JR ലൈൻ ഉള്ള ഒരു സ്റ്റേഷനാണിത്. ഇതിൻ്റെ ബാക്കിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ബാക്കിലാണ് പോകാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ബൺസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാട്ടോ. ഇതിലിങ്ങനെ പോകുമ്പോൾ നല്ല ബട്ടറിൻ്റെയും നല്ല അങ്ങനത്തെ ഈ ബേക്കറി ബോർമയുടെ ഒക്കെ സ്മെല്ല് വരത്തില്ല, അങ്ങനത്തെ നമ്മളിങ്ങനെ മാടി വിളിക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇവിടുന്ന് വരിക. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ കയറിയിട്ട് ബണ്ണുകൾ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. നമ്മൾ ഈ ഷോപ്പിലോട്ടാണ് പോകാൻ പോകുന്നത്, ഈ ഷോപ്പിംഗ് മോളിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ 100. ഈ 100ൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് കാണാൻ ആഗ്രഹമുള്ളവർ കയറി നോക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏതെടുത്താലും 50 രൂപ എന്ന് പറഞ്ഞിട്ട് കിട്ടത്തില്ലേ, അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഇത്. ഏതെടുത്താലും 100 yen. 100 yen കൂടുതലുള്ള സാധനങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. ഇത് ഈ റൂം ഫ്രഷ്നർ പോലെ ഈ നല്ല സ്മെല്ലുള്ള നല്ല രസമില്ല ഇത് കാണാനായിട്ട്. ഈ ഇതേലും തൂവലേലും നല്ല സ്മെല്ല്. ഇങ്ങനത്തെ ഈ സ്മെല്ല് വരാനുള്ള സാധനങ്ങൾ കുറേ വെറൈറ്റി ഇരിപ്പുണ്ട് കേട്ടോ. 100 yen ഷോപ്പാണേലും അതിനൊക്കെ 300 yen ഉണ്ട്, 100ൻ്റെ ഉണ്ട്. ഇതെല്ലാം പക്ഷെ റൂം ഫ്രഷ്നർ പോലത്തെയാ. ലെമൺ ഗ്രാസിൻ്റെ നല്ല സ്മെല്ല് കേട്ടോ. ഇത് മറ്റേ കത്തിച്ച് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ക്യാൻഡിൽസും എല്ലായിടത്തും കാണും, ഇപ്പം നാട്ടിലും കാണും കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് മേടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, മോൻ ഈ ക്യാൻഡിൽസിനകത്ത് നിന്ന് ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ കത്തിക്കുന്ന സാധനം, അതെല്ലാം ഊരിയെടുത്തിട്ട് മാറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഈ മെഴുക് മാത്രം വീട്ടിൽ ഇരിപ്പുണ്ട്, ബാക്കിയൊക്കെ കളഞ്ഞു. ഈ വീടിൻ്റെ ഡെക്കോറിനൊക്കെ പറ്റിയ ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ഉണ്ട്. 100 എന്നല്ലേ ഉള്ളൂ. ഈ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സാധനം ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞി ഇങ്ങനത്തെ സാധനം മേടിച്ചിട്ടുണ്ട്. നല്ല രസമില്ല ഇത് കാണാനായിട്ട്. ഇത് ടൊമാറ്റോൻ്റെ തൊലി പീൽ ചെയ്യുന്നു. ടൊമാറ്റോൻ്റെ തൊലി എന്തിനാ പീൽ ചെയ്യുന്നത്? തിൻ സ്കിൻസ് ഉള്ളത് പീൽ ചെയ്യുമെന്ന് അറിയിക്കാൻ വേണ്ടി ടൊമാറ്റോനെ ഇതാക്കിയിരിക്കുന്നു. ഈ കത്തി നോക്ക്, ഇത് കഴുത്ത് വെട്ടാൻ അടിപൊളിയാ അല്ലേ? ഇത് ശരിക്കും നല്ല കത്തിയാ.
ഇതെന്തിനായിരിക്കും? ആ അയ്യോ ശരിയാ. പക്ഷെ ഇത്രയും വലിയ കത്തി എടുക്കണമെങ്കിൽ തന്നെ ഇച്ചിരി ആരോഗ്യം വേണം. ഇതുണ്ടോ പിള്ളേരെ പറ്റിക്കാനുള്ള പരിപാടികൾ. ഇതിൻ്റെ ഹെഡില്ല. ഹെഡ് നമ്മൾ ഇത് പൈസ കൊടുത്ത് മേടിക്കണം. എന്നിട്ട് ഹെഡ് ഇപ്പുറത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും, അത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. ഇനി ആ ഹെഡിന് കണ്ണും മൂക്കും ഒന്നുമില്ല, അതിന് സ്റ്റിക്കേഴ്സ് കാണും, അതും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. എന്നിട്ട് പിള്ളേർ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഇത് വെക്കണം. ഇതിനുള്ള ഡ്രസ്സും മേടിക്കണം. എന്തൊരു ഇതാന്ന് നോക്കിക്കേ. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് സങ്കടമാവുന്നതുകൊണ്ട് നമ്മൾ വെറുതെ മേടിച്ച് വെച്ചിരിക്കുക. നമ്മൾ ഈ ഷോപ്പിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പാസ്തയൊക്കെ ഉണ്ട്. പാസ്ത ഗ്രേറ്റിൻ. ഞങ്ങൾ 100Nന്ന് ഇറങ്ങി. 100Nന്ന് കുറച്ച് കുഞ്ഞു സാധനങ്ങൾ എടുത്തു. നമ്മൾ ഓൾറെഡി 100N വീഡിയോ ചെയ്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യമായിട്ട് വീഡിയോ ഷോപ്പിനകത്ത് എടുത്തിട്ടില്ല. ഞാൻ ഓർത്ത് ഹൻസൽ എണീറ്റ് തന്നു, പക്ഷെ അപ്പുറത്ത് കൂടെ പോയ ഒരാളുടെ സൗണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിംഗ് മാളിൻ്റെ ഞങ്ങൾ കയറിയ ഷോപ്പിംഗ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട്. ഡോങ്കി ഹോത്തെ എന്നാണ് ഷോപ്പിൻ്റെ പേര്. നമ്മൾ ഡോങ്കി എന്ന് പറയും. എന്താണ് അതിൻ്റെ മീനിങ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഷോപ്പിൽ നമുക്ക് കുറച്ച് ചീപ്പായിട്ട് ടോയ്സ്, മറ്റേ എന്താ സ്വീറ്റ്സ്, ബോഡി ലോഷൻ, ഷാംപൂ, കണ്ടീഷണർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, സോപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് ചീപ്പായിട്ട് കുറച്ച് ബൾക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കുറേ അങ്ങനത്തെ സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് കണ്ടു നോക്കാം. വായോ. ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റുമാണ്, ഒരു രക്ഷയില്ല. ആ ഷോപ്പിനകത്ത് പോയി കഴിയുമ്പോഴേ ഇച്ചിരി ചൂട് വരുമല്ലോ, അപ്പോൾ അതിന് വേഗം ആ ഷോപ്പിനകത്തോട്ട് കയറാം. വാ, സ്പീഡി വാ. ആക്ച്വലി ഞാനിപ്പോൾ ഭയങ്കര തണുപ്പും കാറ്റും വന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നില്ല. ഈ ജാപ്പനീസുകാർ മിനി സ്കേർട്ടും ഒക്കെ ഇട്ടിട്ട് അവരൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അവരിവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് ഇവർക്ക് ഈ ഒരു കാറ്റൊന്നും അവർ യൂസ്ഡ് ആയി. അതത്ര അവർക്ക്, ഇവർ കുഞ്ഞായിരിക്കുമ്പോഴും ഇവരിങ്ങനെ കുഞ്ഞു പിള്ളേരെ ഒന്നും സോക്സ് ഒന്നും, നമ്മളിങ്ങനെ പിള്ളേരെ സോക്സൊക്കെ ഇടിപ്പിച്ച് മൊത്തത്തിൽ പൂട്ടി കെട്ടി അങ്ങനെ കൊണ്ടുപോകില്ല. ഇവരതുപോലെ ഒന്നും കൊണ്ടുപോകത്തൊന്നുമില്ല. ഇവർ ആ കാലൊക്കെ വെളിയിലിട്ടിട്ട് തന്നെ സോക്സ് ഒന്നും അധികം ഇല്ലാതെ അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ വെളിയിൽ ഇറക്കുന്നത്. പിന്നെ സ്കൂൾസിലും മിനി സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവരുടെ യൂണിഫോമൊക്കെ. അപ്പോൾ അവരങ്ങനെ യൂസ്ഡു ആണ്, കുഞ്ഞിലേ മുതലേ അങ്ങനെ ഇട്ടിട്ടിട്ട് അത് ശീലിച്ചു. അപ്പോൾ അവർക്ക് ആ ഒരു ക്ലൈമറ്റൊന്നും വലിയ വിഷയമില്ല. ഞാനിങ്ങനെ അയ്യോ തണുക്കുന്നു പറഞ്ഞിട്ട് പോകുമ്പോൾ 1 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കൂടെ ഭയങ്കര കാറ്റ്. നമുക്ക് തണുപ്പ് പിന്നെ സഹിക്കും, ഈ കാറ്റ് വരുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത്. അമ്മ ഫസ്റ്റ്. ഇത് ഒട്ടുമിക്ക എല്ലാ സാധനവും കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ക്രീമുകൾ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങളടക്കം അങ്ങനത്തെ സാധനങ്ങൾ, ചെറിയ ചെറിയ ടൂൾ കിറ്റുകൾ, അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ സാധനവും കിട്ടും ഈ ഷോപ്പിൽ. കുറച്ച് ചീപ്പുമാണ്. പിന്നെ ഫോറിനേഴ്സിന് എന്തോ 1 ഇയർ വരെ ഉള്ളവർക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തോ ടാക്സും കുറവാണ്. ടാക്സ് ഇല്ല. 1 ഇയർ ഫോറിനേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ വന്നിട്ടാണ് 90 ഡേയ്സ്. ഫോറിനേഴ്സ് വന്ന് 90 ഡേയ്സിനുള്ളിലാണ് അവരിവിടെ ഉള്ളതെങ്കിൽ ഈ ഷോപ്പിൽ വന്ന് പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഇല്ല. നമുക്കിങ്ങനെ ബോഡി ലോഷൻ പോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനാണ് വന്നതെന്ന് പറഞ്ഞില്ല. ഇവിടെ ഇങ്ങനെ വലിയ പാക്കറ്റുകൾ കിട്ടും. ഇതിപ്പോൾ 1.5 ലിറ്റർ ഉണ്ട്. നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പ് പോലത്തെ ഷോപ്പിൽ നിന്നും അങ്ങനത്തെ കോസ്മെറ്റിക് ഷോപ്പിൽ നിന്നൊക്കെയാണ് ഇങ്ങനത്തെ സാധനം മേടിക്കുന്നത്. ഒരു 1 ലിറ്ററൊക്കെ മാക്സിമം കിട്ടുള്ളൂ. ഇവിടെ ഇതും 1.5 ലിറ്റർ അല്ലെങ്കിൽ 2 അങ്ങനെയൊക്കെ കുറച്ച് ഏറെ നമുക്ക് കിട്ടും. അല്ലാതെ ഇവിടെ ബൾക്കായിട്ട് നമുക്ക് അല്ലാതെ കിട്ടുന്ന ഷോപ്പുണ്ട്, കോസ്കോ എന്ന് പറഞ്ഞിട്ട്. വെളിയിലൊക്കെ ഉള്ള മിക്കവർക്കും അറിയായിരിക്കും കോസ്കോ ഷോപ്പ്. പക്ഷെ അവിടെ ഒരുപാട് ഭയങ്കര കുറേ ബൾക്കി അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം 4 പേരുള്ളൊരു ഫാമിലിയോട്ട് ചിലപ്പോൾ അത് ആവശ്യമില്ല. ഇതെടുത്താലോ? സ്ട്രോബെറി എടുത്താലോ? ഇത് കണ്ടില്ലേ, ഇത് നമ്മളുടെ ബോഡി വാഷാണ് കേട്ടോ. സോപ്പിന് പകരം നാട്ടിലൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. നമ്മളിവിടെ ജപ്പാനിൽ കൂടുതലും ആരും സോപ്പ് യൂസ് ചെയ്യില്ല, കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സോപ്പ് യൂസ് ചെയ്താൽ. ഓൾറെഡി ഇപ്പോൾ വിൻ്ററാണ്. ഇനി സമ്മർ ആണെങ്കിൽ തന്നെ ഭയങ്കര ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സോപ്പ് യൂസ് ചെയ്താൽ വല്ലാതെ ഡ്രൈ ആവും. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഇപ്പോൾ ഇത് 2 ലിറ്ററിന് നാട്ടിൽ 500 രൂപയുള്ളൂ. അത് ഇവിടെ ജപ്പാനിനെ സംബന്ധിച്ച് അത് ഭയങ്കര ലാഭമാണ്.
പിന്നെ ക്വാളിറ്റി വൈസും നല്ലതാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ വരുന്ന സോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സാധനത്തിൻ്റെ ക്വാളിറ്റി നല്ല ഹൈ ആണ്. നമുക്കിങ്ങനെ റാഷ് വരുമോ, സ്കിൻ ഡ്രൈ ആവുമോ, അതൊക്കെ ഭയങ്കര കുറവാണ്. ഷാംപൂ കണ്ടീഷണറിൻ്റെ ഒക്കെ സെക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ലെക്സിൻ്റെ ഷാംപൂ കണ്ടീഷണറുമാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടം പോലെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും പറ്റും. നമ്മൾ ഈ റൈസ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആഡ്സിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഷാംപൂ കണ്ടീഷണർ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. വൈറ്റമിൻ സി സീറം, നമുക്ക് എങ്ങനത്തെ സീറം വേണമെങ്കിലും അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഈ ഷോപ്പിലൊക്കെ ഇങ്ങനെ ഈ ടെസ്റ്ററും വെച്ചിട്ടുണ്ടാവും. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചാൽ മതി. എല്ലാം അങ്ങനെ മോയ്സ്ചറൈസറും ലോഷൻസും ഒക്കെ അങ്ങനെ ടെസ്റ്റേഴ്സ് കാണും. നമുക്കിപ്പോൾ ഒരു അലോവേര ജെല്ല് വേണം. ഇതെല്ലാം ക്ലെൻസേഴ്സും ഒക്കെ ആയിരിക്കുന്നത്. ടോണർ, ക്ലെൻസർ, ബേസിക് മേക്കപ്പ് സാധനങ്ങളാണ് മൊത്തം. മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ട സാധനങ്ങൾ. ലേഡീസിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഒത്തിരി വെറൈറ്റി ബ്രാൻഡും വെറൈറ്റി സാധനങ്ങളും ഉണ്ട്. ട്രാവലിന് ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മൾ ജിമ്മിൽ പോകാൻ ആവശ്യമുള്ളത്, വേ പ്രോട്ടീൻസ്, അങ്ങനെ ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇന്നേഴ്സ്, വാമേഴ്സ്, എല്ലാ സാധനവും അവൈലബിൾ ആണ്. ചാസാഡോ? ഇവർക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഓരോരുത്തർക്കും പേരുണ്ട് കേട്ടോ. ഇവിടുത്തെ കാർട്ടൂൺസിൻ്റെ ഒക്കെ ആനിമയുടെ ഒക്കെ ക്യാരക്ടേഴ്സാണ് ഇവരെല്ലാവരും. നാട്ടിലൊക്കെ ഇങ്ങനത്തെ സീരീസ് കാണുന്നവർക്ക് അറിയായിരിക്കും. ഒരു മിനിറ്റ്, മൈ മെലഡി ഇതാരാ? ഇതാ ബാക്കി ഇരിക്കുന്നൊക്കെ എന്തൊക്കെയോ കാറ്റും ഇതൊക്കെ. ശരിക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം നോക്കി, ഈ ഒരു പാവേൻ്റെ റേറ്റ് നോക്ക്, 6050, നാട്ടിലെ 3000 രൂപ. അപ്പോൾ ഇത്രയും രൂപ കൊടുത്തിട്ട് നമ്മളൊരു പാവേനെ മേടിക്കുന്നത് ശരിക്കും ഇവിടെ നഷ്ടമാണ്. നാട്ടിലാണെങ്കിൽ അതിലും ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ഐറ്റം കണ്ടോ, നമ്മുടെ പുറം മാന്താൻ വേണ്ടിയിട്ട്, നമുക്ക് പുറത്തൊക്കെ കൈ എത്താത്തടത്ത് മാന്താൻ വേണ്ടിയിട്ടുള്ള ഐറ്റം. ഈ കിറ്റ്കാറ്റ് കണ്ടില്ലേ, ഇത് ആപ്രിക്കോട്ടിൻ്റെ ടേസ്റ്റുള്ള കിറ്റ്കാറ്റാണ്. ഇതിനകത്ത് പക്ഷേ ആൽക്കഹോൾ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മിഠായി തിന്നുകയാണ്, ഇത് കാണുന്നവരും നോക്കുമ്പോൾ ഇത് നമ്മളൊരു മിഠായി തിന്നുന്നു, പക്ഷേ ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ 2 എണ്ണം ഒരു അടിച്ചതിൻ്റെ ഒരു ഫീലും കിട്ടും. ഇന്ന് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഇവിടെ ഇരിക്കുന്ന ഈ ബോട്ടിൽസ് കണ്ടോ, ഇതെല്ലാം ഷാംപെയിൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടിൽസിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും, പക്ഷേ നല്ല റേറ്റാണ്. ഇത് 66,000 ഉണ്ട് ഇതിൻ്റെ റേറ്റ്. ഇനി അതിടുന്ന ബാഗ് നോക്ക്, നമ്മൾ ബ്രാൻഡഡ് ബാഗ്സ് ഒക്കെ മേടിച്ചാലേ അതിടുന്ന ബാഗ് കണ്ടാലിരിക്കണേ. എല്ലാം ഇതൊക്കെ അതിടാൻ വേണ്ടിയിട്ടുള്ള ബാഗ്സാണ്. നോക്ക് എത്ര നല്ല ക്യൂട്ടായിട്ടുണ്ട് ആക്ച്വലി ആ ബോട്ടിൽസ് കാണാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമാ. അല്ല, ഗിഫ്റ്റ് കൊടുത്ത് ആരെയും കുടിപ്പിക്കണ്ട, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതാ, നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട്. ഇത് ഫുഡിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. നമുക്ക് ചോക്ലേറ്റ്സ് മേടിക്കണമായിരുന്നു, അപ്പോൾ ഞങ്ങൾ അതിന് ചോക്ലേറ്റ്സ് നോക്കാൻ വേണ്ടി നടക്കുമോ ഇപ്പോൾ. ഇതൊക്കെ സാധാ അല്ലാത്ത ക്യാൻഡി, ഇത് മാഷ്മെലോ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ, ഇത്രയും വലിയത് ഇവിടെ കിട്ടും, വലിയ പാക്കറ്റ്. പക്ഷെ നമുക്കല്ലാത്ത ഷോപ്പിൽ ഇത്രയും വലുത് കിട്ടില്ല. ഇത് വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ കിറ്റ്കാറ്റ്. ഇങ്ങനെയായിരിക്കും ഇതിനകത്ത് ഈ കിറ്റ്കാറ്റ് ഉള്ളത്, ഇതിൻ്റെ ഷേപ്പ്. ഡയറി മിൽക്ക് ഇരിക്കുന്നു. ഇവിടെ എല്ലാ ഷോപ്പിലും ഡയറി മിൽക്ക് കിട്ടില്ല കേട്ടോ.
ഇവിടെ ഇപ്പോൾ ഡയറി മിൽക്ക് കണ്ടപ്പോൾ 200 yen-ആണ് 193. 200 എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 100 രൂപ ഒരെണ്ണത്തിന്. ഈ നാട്ടിലെല്ലാവർക്കും കിട്ടുന്നല്ലേ കോമൺ. ഇവിടെ കാണാറില്ലല്ലോ. വെറൈറ്റി കിറ്റ്കാറ്റുകൾ ഇരിപ്പുണ്ടേ. ഇത് വസാബി എന്ന് പറഞ്ഞിട്ട് ഒരു വസാബി ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു ഇത്തിരി എരിവും നമ്മുടെ മൂക്കിനകത്തോട്ടൊക്കെ ഒരു കിക്ക് കയറുന്ന അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. അതൊക്കെ ഇരിക്കുന്നു. ഇതെന്താ ഫ്ലേവർ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, സ്വീറ്റ് പൊട്ടാറ്റോ ഫ്ലേവറിലിരിക്കുന്നത്. ചീസ് കേക്ക് ഫ്ലേവർ, സ്ട്രോബെറി ചീസ് കേക്ക് ഫ്ലേവർ. ഒരുപാട് വെറൈറ്റിയിൽ ഇരിപ്പുണ്ട്. സാൻഡ്വിച്ച് ഫ്ലേവർ. ഇത് നമ്മുടെ റെഡ് ബീൻ ഫ്ലേവർ. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ല, ഇത് കൂടുതലുണ്ട് കേട്ടോ. മിൽക്ക് ടീ ഫ്ലേവർ. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും അങ്ങനെ എടുക്കാൻ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് എടുക്കാൻ പറ്റും. എടുത്താലോ? ഇപ്പൊ പിടിക്കണ്ട. അപ്പോൾ ഇനി മേടിച്ച ഐറ്റംസ് ഒക്കെ ബില്ല് ചെയ്യട്ടെ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.